എന്നെ നേരിട്ട് കണ്ടിട്ടുള്ള, എന്നോട് സംസാരിച്ചിട്ടുള്ള പലർക്കും തോന്നാറുള്ള ഒരു കാര്യമാണ് ഞാൻ ഭയങ്കര റൂഡാണെന്ന്, ഭയങ്കര അഹങ്കാരിയാണെന്ന്. എന്നാൽ അങ്ങനെയല്ല, ജസ്റ്റ് ആൻ ഇൻട്രോവേർട്ട്. ഇൻട്രോവേർട്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനും ഇൻട്രോവേർട്സിനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുമാണ് ഈ വ്ലോഗ്. ഇൻട്രോവേർട്സിനോട് പൊതുവെ ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കാണ്ട് അങ്ങോട്ട് പോയി മിങ്കിൾ ചെയ്യാൻ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ അങ്ങോട്ട് പോയി ഹെഡ് ചെയ്ത് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര പ്രഷറായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കത് വരില്ല, നമുക്കത് ഓട്ടോമാറ്റിക്കലി അത് വരില്ല. നമ്മൾ അതിന് വേണ്ടി ഇങ്ങനെ എഫേർട്ട് എടുത്ത് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് തോന്നുന്ന ഒരു വലിയൊരു പ്രഷറുണ്ട്. അത് ഇൻട്രോവേർട്സിന് മാത്രമേ മനസ്സിലാവുള്ളൂ. സോഷ്യൽ ഗ്യാതറിങ്സ് ഓർ സോളിറ്റ്യൂഡ്, വി ഓൾവേസ് ചൂസ് സോളിറ്റ്യൂഡ്. ബിക്കോസ് ഒരു 10 പേരുടെ കൂടെ നമുക്കൊരു 10 മിനിറ്റ് ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങ് എക്സോസ്റ്റഡ് ആവും. നമുക്കൊരു മീ ടൈം വേണമെന്ന് തോന്നും, ഒന്ന് റീചാർജ് ആവാനായിട്ട്. നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയമാണ് നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ എൻജോയ് ചെയ്യുന്നതും നമ്മളൊന്ന് റീചാർജ് ആവുന്നതും നമ്മൾ വളരെ സുഖമായിട്ടിരിക്കുന്ന ഒരു ടൈം. പക്ഷെ ഒരു സോഷ്യൽ ഗ്യാതറിങ് അല്ലെങ്കിൽ നമ്മളൊരു പാർട്ടിയുടെ ഒക്കെ ഇടയ്ക്ക് പോവുകയാണെങ്കിൽ നമുക്ക് തീരെ അത് പറ്റത്തില്ല. നമുക്ക് കുറച്ച് കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് നമുക്കിഷ്ടം. നമ്മുടെ ലൈഫിൻ്റെ പകുതിയും നമ്മളിങ്ങനെ ആൾക്കാരോട് എക്സ്പ്ലെയിൻ ചെയ്യാണ് നമ്മൾ റൂഡല്ല, നമ്മൾ ഇൻട്രോവേർട്ടാണ്, നമ്മൾ കുറച്ച് മാത്രമേ സംസാരിക്കത്തുള്ളൂ എന്ന് വെച്ചാൽ അതൊരു കുഴപ്പമായിട്ടോ അല്ലെങ്കിൽ അതൊരു അസുഖമോ അങ്ങനെയൊന്നുമല്ല. നമുക്ക് എല്ലാവർക്കും ഓരോ പേഴ്സണാലിറ്റി ട്രേറ്റ് ഉള്ളതുപോലെയാണ് നമുക്ക് ഈ ഇൻട്രോവേർഷൻ എന്ന് പറയുന്നൊരു സാധനം. ഇപ്പോൾ എക്സ്ട്രോവേർട്സിനോട് ആരും പോയിട്ട് നിങ്ങൾ കുറച്ച് നേരം ഒന്നും മിണ്ടാതിരിക്കുമോ എന്ന് ചോദിക്കത്തില്ലല്ലോ. ഇൻട്രോവേർട്സ് കുറച്ച് സൈലൻ്റ് ആയതുകൊണ്ടാണ് അവരോട് എല്ലാവരും പോയിട്ട് ഇങ്ങനെ നിങ്ങൾ കൂടെ ഇരുന്നാൽ ബോറടിക്കും അങ്ങനെയൊന്നുമല്ല. ശരിക്കും നമ്മുടെ കൂടെ ഇരുന്നാൽ ബോറടിക്കില്ല. ഒന്ന് കംഫർട്ടബിൾ ആയി കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ടോക്കറ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു സർക്കിൾ ഉണ്ടാവും. ചിലപ്പോൾ ഫാമിലി ആയിരിക്കും, ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് കസിൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടാവും. ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു വലിയ ഗ്രൂപ്പ് അല്ലാണ്ട് ഒരു കൊച്ചു ഗ്രൂപ്പായിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. ആ ആൾക്കാരുമായിട്ട് നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആയി കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് സംസാരിക്കും, നമ്മൾ ഭയങ്കരമായിട്ട് ഓപ്പൺ അപ്പ് ആവും. അവിടം വരെ എത്താൻ കുറച്ച് ടൈം എടുക്കും. നിങ്ങൾ ഈ മീംസും അല്ലെങ്കിൽ ട്രോൾ വീഡിയോസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ആൾക്കാർ ഈ ഫോൺ ചെയ്യുമ്പോഴത്തേക്കും ഇൻട്രോവേർട്സ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇതാവുന്നത് വെച്ചാൽ ഭയങ്കരമായിട്ട് പാനിക് ആവുന്നത്. നമുക്ക് ആക്ച്വലി ഈ ഫോൺ കോൾസിനെക്കാട്ടിലും നമ്മൾ കൂടുതൽ കംഫർട്ടബിൾ ആവുന്നത് ടെക്സ്റ്റിങ്ങിലാണ്. മെസ്സേജ് ചെയ്യുമ്പോഴാണ് നമ്മൾ കുറേ കൂടി കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തരാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയുടെ സിസ്റ്റേഴ്സിന് വല്യമ്മമാരൊക്കെ വിളിക്കുകയാണെങ്കിൽ ഞാനങ്ങനെ ഫോൺ എടുക്കാറില്ല. എന്ന് വെച്ചാലേ എനിക്കിങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ എന്ത് പറയും, അതായത് സുഖമാണോ വല്യമ്മ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കഴിഞ്ഞു, പിന്നെ എനിക്കൊന്നും ചോദിക്കാനില്ല. അപ്പോൾ എനിക്ക് എന്ത് പറയും, നമുക്ക് എപ്പോഴും ഒരു ടോപ്പിക്കിന് ഒരു ക്ഷാമം ഉണ്ടാവും. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയാൻ അവിടെ കാര്യങ്ങൾ ഉണ്ടാവില്ല. അത് എല്ലാ ആൾക്കാരോടും അങ്ങനെയാണ്. നമ്മുടെ ഒരു കംഫർട്ടബിൾ സോൺ എന്നത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെയുള്ള എല്ലാവരോടും സംസാരിക്കുമ്പം ഈ ഒരു പ്രശ്നമുണ്ട്, എന്ത് സംസാരിക്കും. ഈ ഇടയ്ക്കും എന്നോട് ഞാൻ ഷൂട്ടിന് പോയപ്പോഴത്തേക്കും അവിടെ എന്നോട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പുള്ളി എന്നോട് ഇങ്ങനെ അതെന്ത് സംസാരിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പിന്നെ പറയാനൊന്നുമില്ല. ഞാൻ ആലോചിക്കുന്നത് ഈ ആൾക്കാരോട് ഞാൻ എന്ത് പറയാൻ, എനിക്ക് പറയാനൊന്നുമില്ല. എല്ലാവരും ഇങ്ങനെയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് സംസാരിക്കാൻ ടോപ്പിക്കില്ല. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു മറ്റേ പിൻ ഡ്രോപ്പ് സൈലൻസ് ആണ്. പിന്നെ അവരെന്തെങ്കിലും ചോദിച്ചാൽ മാത്രമേ എനിക്ക് ആൻസർ ഉള്ളൂ. പിന്നെ എനിക്കൊന്നും ചോദിക്കാൻ ഉണ്ടാവത്തില്ല. അപ്പം ഞാൻ മിണ്ടാതിരിക്കും. അത് ഭയങ്കര ഒരു ഓക്വേർഡ് സിറ്റുവേഷനാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഇപ്പം നമ്മുടെ ഇൻട്രോവേർഷൻ എന്ന് പറഞ്ഞാൽ അതിന് ഒരു അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഈ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ്. നമുക്ക് സംസാരിക്കാനൊന്നും ഉണ്ടാവില്ല. നമ്മൾ എഫേർട്ട് എടുത്ത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊന്നുമില്ല, നമുക്കൊന്നും ചെയ്യാനില്ല. നമ്മുടെ കുറ്റമല്ല. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ 4th പഠിക്കുന്ന സമയത്ത് കേട്ടോ
അപ്പോൾ നമുക്ക് ഈ ബ്രേക്ക് ടൈമിൽ പിള്ളേരെല്ലാം പോയിട്ട് കളിക്കുമല്ലോ. അന്നേരം എനിക്ക് ഫ്രണ്ട്സ് ഒന്നുമില്ല. ഞാനിങ്ങനെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോയി കഴിഞ്ഞ് ഒരു ലഞ്ച് ബ്രേക്ക് ഒക്കെ ആവുന്ന സമയത്ത് ഞാൻ ആദ്യം കഴിക്കും. ഞാൻ ആദ്യം കഴിച്ചു കഴിഞ്ഞ് അതായത് എനിക്കിങ്ങനെ ഫ്രണ്ട്സുമായിട്ടിരുന്ന് ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ആ ഒരു സെറ്റപ്പ് അല്ല. ഞാൻ ആദ്യം ബെല്ലടിച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം എൻ്റെ ലഞ്ച് ബോക്സ് തുറന്ന് ഞാൻ ആദ്യം കഴിക്കും, ആദ്യം അടച്ചു വയ്ക്കും, എന്നിട്ട് ഞാൻ വെറുതെ ഇരിക്കും. എന്നിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കും. വെച്ചാൽ എനിക്ക് ഫ്രണ്ട്സ് ഇല്ല. അപ്പോൾ എനിക്ക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനോ എനിക്ക് കഥ പറയാനോ ഒന്നുമില്ല. ഞാനിങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ മിണ്ടാതിരിക്കും. അപ്പോൾ ഞാൻ ഈ 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് സ്കൂളിൽ എനിക്ക് അങ്ങനെ ഫ്രണ്ട്സ് ഒന്നുമില്ല. അപ്പോൾ ഈ പിള്ളേരെല്ലാം ബ്രേക്ക് ടൈം ആകുമ്പോൾ നമുക്ക് 2 ബ്രേക്ക് ഉണ്ടാവുമല്ലോ, ബ്രഞ്ച് ഉണ്ടാവും, ലഞ്ച് ഉണ്ടാവും. അപ്പോൾ ഈ 2 ബ്രേക്കിനും ഈ പിള്ളേരെല്ലാം ഇങ്ങനെ ഫ്രണ്ട്സുമായിട്ട് കളിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അവിടെ ഒരു തൂണുണ്ട്. ഞാൻ പോയിട്ട് ഈ തൂണിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിന്നിട്ട് ഞാൻ ഈ പിള്ളേർ കളിക്കുന്നതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കും. എനിക്കിങ്ങനെ അങ്ങോട്ട് പോയി എന്നെ കൂടെ കളിക്കാൻ കൂട്ടുമോ എന്നൊന്നും ചോദിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ചോദിച്ചിട്ടേ ഇല്ല. ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ എൻ്റെ സ്കൂളിൽ എൻ്റെ ടീച്ചേഴ്സൊക്കെ വിചാരിച്ചിരുന്നത് എൻ്റെ വീട്ടിൽ എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ അടിക്കുകയൊക്കെ ചെയ്യും. എൻ്റെ അച്ഛനും അമ്മയൊക്കെ എന്നെ ഭയങ്കരമായിട്ട് അടിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ട്രോമയിലാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത് എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ എന്നെ അടിച്ചിട്ടൊന്നുമില്ല എൻ്റെ വീട്ടിൽ. അങ്ങനെയാണ് അവർ വിചാരിച്ചിരുന്നത്. അങ്ങനെ ഒരു ദിവസം അച്ഛനെ അമ്മേനെയൊക്കെ സ്കൂളിൽ വിളിപ്പിച്ച് ഇവരിങ്ങനെ ചോദിച്ചു, നിങ്ങൾ വീട്ടിൽ കൊച്ചിനെ അടിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവരൊന്നും ചെയ്യുന്നില്ല. പക്ഷെ അവർക്ക് അതിശയം, എന്തെന്താ ഇങ്ങനെ, എന്തുകൊണ്ടാണ് ഈ കുട്ടി മിണ്ടാതിരിക്കുന്നത്, എല്ലാവർക്കും അതിശയം. അപ്പോൾ എന്നോടിങ്ങനെ പറയും ഫ്രണ്ട്സൊക്കെ എന്താണ് എങ്ങനെയാണ്. പക്ഷെ എനിക്കത് തോന്നിയിട്ടേ ഇല്ലല്ലോ, എനിക്കൊരു ഫ്രണ്ട് വേണം, എനിക്കൊരു ഫ്രണ്ട് ഇല്ലല്ലോ എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എനിക്കിങ്ങനെ കുട്ടികൾ കളിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് രസം. അങ്ങനെയായിരുന്നു ഞാൻ സ്കൂൾ ടൈമിൽ. അതിനുശേഷം ഒരു ടൈം എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാനൊരു ഇൻട്രോവേർട്ടാണ്. എൻ്റെ രീതികൾ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഞാൻ കുറച്ച് മാത്രം സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് എന്നെ കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഞാൻ ഭയങ്കര റൂഡാണ്, ഞാൻ ഭയങ്കര അഹങ്കാരിയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളൊരു സാധനമാണ് ഞാൻ ഭയങ്കര അഹങ്കാരിയാണെന്നുള്ളത്. ഇപ്പം എനിക്കതൊരു പ്രശ്നമേ അല്ല. ഞാൻ അഹങ്കാരിയാണെന്ന് പറഞ്ഞു, ശരി, ഓക്കെ, ശരി, നീ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ, അതിന് ഞാനിങ്ങനെ എഫേർട്ട് എടുക്കണ്ടേ, ശരി, ഓക്കെ. നമ്മളിങ്ങനെ പെട്ടെന്ന് ആൾക്കാരുമായിട്ട് സംസാരിച്ച് അങ്ങനെ ഓപ്പൺ അപ്പ് ആവുന്ന ഒരു ടൈപ്പേ അല്ല. നമുക്ക് നല്ല ടൈം എടുക്കും. ബിക്കോസ് നമ്മൾ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ലിസൺ ചെയ്യുകയാണ് ചെയ്യുക. ഇപ്പം അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടിരിക്കും. നമുക്ക് കേട്ടിരിക്കാനാണ് ഇഷ്ടം. നമുക്ക് സംസാരിക്കുന്നതിനെക്കാട്ടിലും നമുക്കിഷ്ടം കേട്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യും. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ അടുത്ത് പോയിട്ട് നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ സംസാരിച്ച് നമ്മളെ കേൾക്കൂ എന്ന് പറഞ്ഞ് നമുക്ക് സംസാരിക്കത്തില്ല. നമ്മൾ ശ്രദ്ധിക്കും, ആൾക്കാരെയൊക്കെ ഒബ്സർവ് ചെയ്യും, ആൾക്കാരെന്താണ് എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കും. അത് നമ്മൾ സംസാരിച്ചിട്ടല്ല മനസ്സിലാക്കുക, നമ്മൾ ഒബ്സർവ് ചെയ്യും. പിന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്യും. ഓവർ തിങ്ക് എന്ന് വെച്ചാൽ അതിനൊരു ലിമിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് ഒരു സിറ്റുവേഷൻ വന്നാൽ അതിൻ്റെ എക്സ്റ്റെൻഡ് അങ്ങേ അറ്റത്തെ കാര്യങ്ങൾ നമ്മൾ ആലോചിച്ചിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. കാരണം ഞാൻ എപ്പോഴും എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഈ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നും ഇനി അങ്ങനെ വിചാരിക്കണ്ട, ഇങ്ങനെ ആലോചിച്ച് ഇതാവണ്ട, എന്ത് സംഭവം ഉണ്ടെങ്കിലും വരുന്നിടത്ത് വെച്ച് നമുക്ക് കാണാം എന്നുള്ള രീതിക്കൊക്കെ നിന്നാൽ പോലും ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആലോചിച്ച് അതിൻ്റെ അങ്ങേ അറ്റം പോയി പിന്നെ അതിൻ്റെ പേരിൽ വിഷമിച്ച് അങ്ങനെയൊക്കെ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് സെൽഫ് ടോക്ക് എന്ന് പറയുന്നത്. എത്ര നേരം വേണമെങ്കിലും എനിക്ക് എന്നോട് സംസാരിക്കാം. ഞാൻ എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഞാൻ സംസാരിക്കുന്നത് എന്നോടാണ്. കാരണം ഇപ്പോൾ ഒരു സിറ്റുവേഷൻ ഉണ്ടായി, എന്തെങ്കിലും ഒരു സ്ഥലത്ത് എനിക്ക് സംസാരിക്കേണ്ട ഒരാളോട് ഞാൻ സംസാരിക്കേണ്ട രീതി ശരിയായിരുന്നില്ല, അല്ലെങ്കിൽ അവരെന്തെങ്കിലും പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടാതെ കേട്ടുകൊണ്ടിരുന്നത് കാണും. ഞാനപ്പോൾ അതിന് റിയാക്ട് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഞാനൊന്നും പറഞ്ഞിട്ടുണ്ടാവത്തില്ലായിരിക്കും, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ റിപ്ലൈ അങ്ങനെയല്ല, കുറച്ചും കൂടി ഇതായിട്ട് സംസാരിക്കണമായിരുന്നിരിക്കണം. അപ്പം ഞാൻ അവിടെ കൊളാക്കി. എന്നിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം ഞാനിങ്ങനെ അനലൈസ് ചെയ്യും. ഓക്കെ, ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ സംസാരിച്ച രീതി അത് ശരിയായില്ലായിരുന്നു, അതിങ്ങനെ സംസാരിക്കണമായിരുന്നു. എന്നിട്ട് ഞാനിങ്ങനെ ഇങ്ങനെയായിരുന്നു ഞാൻ സംസാരിക്കേണ്ടിയിരുന്നത് എന്നൊക്കെ ഞാൻ എന്നോട് തന്നെ പറയും.
അങ്ങനെ പറഞ്ഞ് ഞാൻ ഓക്കെ എടാ ഇത് നീ ഇങ്ങനെ ചെയ്തത് ശരിയായില്ല ഇങ്ങനെ സംസാരിക്കും ഞാൻ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. എനിക്ക് നല്ല മിക്ക ഇൻട്രോവേർട്സിനും അത് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമായിരിക്കും, തനിയെ ഇങ്ങനെ സംസാരിക്കുക. ഓവർ തിങ്കിങ്ങിൻ്റെ ഡിസഡ്വാൻറ്റേജ് കിട്ടില്ലേ, അപ്പോൾ അതിനൊരു അഡ്വാൻറ്റേജ് കൂടെ ഉണ്ട്. അതായത് നമ്മൾ പെട്ടെന്നൊരു ഡിസിഷൻ ചാടി കയറി എടുക്കത്തില്ല. ഈ ഓവർ തിങ്ക് ചെയ്തത് കൊണ്ട് തന്നെ നമ്മളൊരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അങ്ങേ അറ്റം തൊട്ട് ഇങ്ങേ അറ്റം വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ആലോചിച്ച് നോക്കും. അതായത് ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ എന്താവും എന്ന് ആലോചിച്ച് നോക്കും. അതിൻ്റെ പല വേർഷൻസ് കാണും, ആ വേർഷൻസ് എല്ലാം നമ്മൾ ആലോചിച്ച് നോക്കും. ഇനി ആ ഡിസിഷൻ എടുത്തില്ലെങ്കിലോ അപ്പോഴും എന്താവും എന്നുള്ളതും എല്ലാം ആലോചിച്ച് നോക്കും. എന്നിട്ട് മാത്രമേ നമ്മളൊരു ഡിസിഷൻ എടുക്കത്തുള്ളൂ. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് അല്ലേ? നമ്മൾ ഇൻട്രോവേർട്സിനോടെ ആരും പൊതുവെ പറയാറില്ല നമ്മൾ നല്ല അടിപൊളിയാണെന്നൊന്നും. എപ്പോഴും നമ്മൾ കേൾക്കുന്നത് നമ്മൾ റൂഡാണ്, അഹങ്കാരിയാണ്, സൈലൻ്റ് ആണ്, ബോറിംഗ് ആണ്. സോ ഡിയർ ഇൻട്രോവേർട്സ്, here is a little appreciation from an introvert to all the introverts. Dear introverts, we are not too quiet, we are not boring, we are not weak, we are just different, and that's beautiful. നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ഇഷ്ടം. നമ്മൾ എൻജോയ് ചെയ്യുന്നത് കുറച്ച് സമാധാനവും ഡീപ്പ് തോട്ട്സും റിയൽ കണക്ഷൻസുമാണ്. ചില ആൾക്കാർക്ക് നമ്മളെ മനസ്സിലാവില്ല. അവർ പറയുന്നത് നമ്മൾ ഷൈ ആണെന്നും റൂഡ് ആണെന്നും ഒക്കെയാണ്. ബട്ട് വി ആർ നോട്ട്. വി ആർ ജസ്റ്റ് ബീയിങ് ourselves. നമുക്ക് ഹാപ്പി ആവാൻ ഒരു വലിയ ഗ്രൂപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. ബിക്കോസ് വി ലവ് അവർ ഓൺ കമ്പനി. നമ്മൾ ഓപ്പൺ അപ്പ് ആവുന്നതേ കുറച്ചൊന്ന് സേഫ് ആണ് എന്ന് ഫീൽ ചെയ്യുമ്പോഴാണ്. ആൻഡ് ദാറ്റ്സ് പെർഫെക്റ്റ്ലി ഫൈൻ. നമ്മൾ ചിലപ്പോഴേ ഭയങ്കരമായിട്ട് ഓവർ തിങ്കുമായിരിക്കും. ചിലപ്പോൾ ഈ സോഷ്യൽ ഇവൻറ്റ്സിനൊക്കെ പോയിട്ട് ഭയങ്കര ടയേർഡും ആവും. എന്ന് വെച്ച് നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നല്ല. Always remember, we are strong, kind, smart and important just the way we are. So don't change for anyone. The world needs people like us.